ഹായ് ഗൈസ്, ഈഗിൾ ഹിയർ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ആദ്യം ഇത് പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. പിന്നീട് ആലോചിച്ച് ഇപ്പം ആൾക്കാർ ഒരു സ്ട്രീമിംഗ് ഫെയിമിനും അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്നതിനൊക്കെ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോന്ന് കണ്ടിട്ട് പറയാതിരിക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലെത്തി കുറച്ച് ദിവസങ്ങളായിട്ട്. ആൻഡ് ഇതിനു മുമ്പ് നിങ്ങൾ ഓൾറെഡി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഞാൻ ഇപ്പം എല്ലാവരും ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു സ്ട്രീമർ ആവാൻ വേണ്ടി ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാവരെയും പോലെ ഒരു ക്രിയേറ്റർ ആവണം, മറ്റേ ഫോളോവേഴ്സ് ഒക്കെ വേണം, വണ്ടി മേടിക്കണം, കാശ് വേണം, അങ്ങനത്തെ ഒരു ഇതിലോട്ട് വന്ന് എല്ലാവരും അതിനുവേണ്ടി ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക ഗൈസ്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാം, ഇപ്പം നിങ്ങൾ ഈ ഫെയിമിൽ നിൽക്കുന്ന ആയിട്ട് കാണുന്നതായിട്ടുള്ള സ്ട്രീമേഴ്സ് ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇവരൊന്നും നേരെ വന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി മാത്രം ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റിയതോ ഇഷ്ടം പിടിച്ചു പറ്റിയതോ ഫോളോവേഴ്സ് പിടിച്ചു പറ്റിയതോ ആയിട്ടുള്ള ആൾക്കാരല്ല. അത് നിങ്ങളുടെ വെറും തെറ്റായ ചിന്താഗതിയാണ്. നേരെ വന്നിട്ട് ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരെ മോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ഡിസ്കഷൻ ആവുന്ന എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും എത്ര എക്സ്ട്രീം ചെറ്റത്തരം കാണിച്ചിട്ടാണെങ്കിലും റീച്ച് ഉണ്ടാക്കി ഒരു സ്ട്രീമിംഗ് ചാനൽ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകുക എന്നുള്ളൊരു സാധനം അതിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയിട്ട് സ്ട്രീം ചെയ്തും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തും ഒക്കെയാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ അതിലേക്ക് എത്തിയത്. ഞാൻ തന്നെ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് ഞാൻ സ്ട്രീമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടിയത് പോലും ഒരു 3-4 വർഷം മുമ്പാണ്. എന്നെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരൊക്കെ റീൽസിലൊക്കെ എൻ്റെ അടുത്ത് പറയാം, ഞാൻ കമന്റ് ഇടുന്ന ഓരോരുത്തരൊക്കെ എന്നെ വേണ്ടി കാണിക്കാറുണ്ട്, വീഡിയോയുടെ അടിയിൽ മറ്റേ താറാവിനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ. ഇത് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, മറ്റേ റീൽസിൽ കാണുന്ന ചേട്ടനല്ലേ. ഞാൻ എന്റെ സ്ട്രീം കാറ്റഗറി എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ് ഗൈസ്. ഞാനൊരു ഇത്രയും വർഷമായിട്ട് ഇനി പറയുന്നത് ഗെയിമാണ് ഞാൻ സ്ട്രീം ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് വല്ലപ്പോഴും എങ്കിലും ഡിസ്കോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാർ കട്ട് ചെയ്തിടുന്നത്. ഞാൻ എന്റെ പ്രൊഫൈലിൽ ഇതുവരെ ഒരു റിയാക്ഷൻ വീഡിയോയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടില്ല. എന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം വേറെ ഏതൊക്കെയോ റാൻഡം അക്കൗണ്ട്സ് ആണ് പോസ്റ്റ് ചെയ്യണത്. അതിനൊന്നും ഞാൻ കോപ്പിറൈറ്റ് കൊടുക്കാറുമില്ല. നമ്മുടെ ഫെയിമും എന്റെ ഫെയിം ബൂസ്റ്റ് ആയതിൽ അതൊരു വലിയ ഘടകമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറയണത് ഗൈസ്. സ്ട്രീം എന്ന് പറയണ സാധനം നിങ്ങൾക്ക് അതിലേക്ക് വ്യൂവേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ സ്ട്രീം തുടങ്ങിയ സമയത്ത് ഞാൻ ഉറപ്പിച്ച 2 കാര്യങ്ങളാണ്. അതായത് മതം, രാഷ്ട്രീയം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഇതിലൊക്കെ ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റും ഓരോ അഭിപ്രായങ്ങളും. നമ്മൾ അതിൽ കോമൺ അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എല്ലാവരും ഒന്നും നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയണതുപോലെ എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റാത്ത 2 മെയിൻ കാര്യങ്ങളാണ് ഇത് രണ്ടും. മതമാണെങ്കിലും ഈ പറയണതുപോലെ പാർട്ടി ആണെങ്കിലും ഇതൊന്നും അധികമായിട്ട് ഹെൽത്തി അല്ലാത്ത രീതിയിൽ ഞാൻ ഇതുവരെ എന്റെ ലൈവിൽ ക്രിട്ടിസൈസ് ചെയ്യുവോ അല്ലെങ്കിൽ എടുത്തു പറയുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് പറയണത് തെറ്റാണെന്നല്ല ഞാൻ പറയണേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം റീസെന്റ് കുറച്ച് ആൾക്കാർ ഒരു സ്ട്രീം അല്ലെങ്കിൽ ഒരു സ്ട്രീം കോണ്ടന്റിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോയി എന്ന് നമുക്ക് ഇപ്പൊ കറണ്ട് സെനറിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആരുടെയും പേരൊന്നും എടുത്തു പറയാനില്ല, ബട്ട് സ്റ്റിൽ അത് കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സ്ട്രീമിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കണ്ടന്റ് ക്രിയേഷനിലോട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ പോലത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ട് ഇതാണ് സ്ട്രീമിങ്ങിലേക്ക് വരാനുള്ള പാത്ത് എന്ന് വിശ്വസിക്കരുത്. ഇതല്ല ഗൈസ് സ്ട്രീമിങ്ങിലേക്കൊട്ടും കണ്ടന്റ് ക്രിയേഷനിലോട്ടൊക്കെ വരാനുള്ള പാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ അത് മോൾഡ് ചെയ്യുക, അത് ഇതാക്കി എടുക്കുക. ചിലപ്പോൾ അത് ഇയേഴ്സ് എടുക്കുന്ന പ്രോസസ് ആയിരിക്കാം. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് കിട്ടുന്ന ഫെയിം നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനും അങ്ങനെ കാര്യങ്ങൾ വളരെ ചുരുക്കം പേർക്കേ അത് പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. കുറെ ആയി ഇപ്പൊ ഇത് കാണുന്ന ഞാൻ ഓരോരുത്തരുടെ ഫെയിമിനൊക്കെ വേണ്ടിയിട്ട് മതത്തിനെയും ഇതിനെയും എല്ലാം മിക്സ് ചെയ്ത് പലസ്തീനോടുള്ള സ്നേഹം എന്നൊക്കെ ഉള്ള രീതിയിൽ ഡ്രാമ ഒരു കേവലം ഒരു സ്ട്രീമിംഗ് ഫെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു കുറച്ച് നാളായിട്ട് ഇത് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് കാണുമ്പം ഇത് പറയണമെന്ന് തോന്നി. ഇതല്ല അതിന്റെ ഒരു റൈറ്റ് വേ. എന്തുകൊണ്ടും അതെനിക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എനിക്ക് പറയണം എന്നുള്ളത് ഒരു കാര്യം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടാലന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ ടൈം എടുക്കും ഗൈസ്. അതൊരു ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണെന്ന് വിശ്വസിക്കുക. അല്ലാതെ ഇതൊന്നുമല്ല. ഇതുപോലത്തെ ഷോർട്ട് കട്ട്സുകൾ ദയവ് ചെയ്ത് സ്വീകരിക്കാതിരിക്കുക. ആൻഡ് കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ ഒരു റാപ്പ് കേട്ടായിരുന്നു. എന്തായിരുന്നു? പോത്തിന്റെ കൊമ്പിന്റെ മൂർച്ചയ്ക്ക് മുമ്പിൽ അടിയറവ് പറയുന്നു. ഈ പോത്തിന്റെയൊക്കെ മുമ്പിൽ അടിയറവ് പറയുന്നതിലും ഭേദം സാമാനം വെട്ടി കടലിൽ എറിഞ്ഞിട്ട് ഈ പരിപാടി നിർത്തി പോണതാണ്. മനസ്സിലായോ?
അപ്പേ ഞാൻ നിഷാന്റെ അടുത്തുള്ള കേട്ടോ. നിഷാനെ എന്താണ് സംഭവിച്ചത്? ഞാൻ എന്താ വെച്ചാ ഞാനും അനിയത്തിയും കൂടെ ഉമ്മാന്റെ വീട്ടിൽ പോയിരുന്നു. മേലാറ്റൂരെ വീട്. മേലാറ്റൂർ പോണ വഴിക്ക് മറ്റേ ഒരു ബൈക്കുമ്പോ രണ്ടാൾക്കാര് ഓവർടേക്ക് ചെയ്താണ്ട് കയറിയാണ്ട് കൈ കാണിച്ച്. ഈ കൈ കാണിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി പിന്നെ അറിയണ ആരെങ്കിലും ആവും എന്നുള്ള ഒരു സംഭവത്തിൽ ഞാൻ സൈഡാക്കി കഴിഞ്ഞപ്പോ പിന്നെ ബാക്കിൽ എടുത്ത് ഇറങ്ങിയാണ്ട് പിന്നെ എന്തോ കൊടുത്താൽ വണ്ടിമേ അടിച്ച് പൊട്ടിച്ചനെ കണ്ട്. ഞാൻ എന്റെ വണ്ടിയില് ഉമ്മയും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. അനിയത്തിയൊക്കെ പേടിച്ച് അവളെ കരച്ചിലും അങ്ങനെ ആ ഒരു ഇത് അനിയത്തി പേടിച്ച് നല്ല രീതിക്ക് പേടിച്ചു. അപ്പൊ ഞാൻ ഇതെടുത്താണ് വണ്ടി ഓലെ ബാക്കിൽ പോകാൻ നോക്കി. അതിൽ ഉമ്മ പറഞ്ഞു വേണ്ട വേണ്ട പെരിക്കൂട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. എന്തിനാ ചെയ്തൊന്നും ആരും ചെയ്തൊന്നും ഒന്നും നമുക്ക് ഇതുവരെ അറിയില്ല. പിന്നെന്താ വെച്ചാല് വെറുതെ പിന്നെ കമന്റ് ബോക്സിൽ വെറുതെ കുറെ ആൾക്കാരെ പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആരാന്നുള്ളത് അതെന്തായാലും തെളിയിക്കുക ചെയ്യും. തെളിയിച്ചിട്ട് ഒരാളെ പറഞ്ഞാൽ മതി. നമ്മൾ ഒരിക്കലും ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വേറെ ആളെ വ്യക്തിപരമായിട്ട് ഒരാളെ ഒരിക്കലും നമ്മളിപ്പോ ഒന്നും ചെയ്യരുത്. നമുക്ക് പറയാനുള്ള എന്താ അറിയോ, ഈ ചെയ്തത് ആരാണെങ്കിലും ഇതാണ് നിങ്ങള് ഫുള്ള് വണ്ടി മൊത്തം അടിച്ചു പൊളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊന്നൂടേനെന്നാല് ഇതിലാറ് എന്തെങ്കിലും ആയാലും നിങ്ങൾക്ക് ഇത് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിലും ഓനെ നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. ആര് കൊണ്ടുവന്നില്ലെങ്കിലും ഞാൻ കൊണ്ടുവരും, അത് ഉറപ്പാണ്. ഇനി നേരെ പോവാ CCTV എടുക്കുക. CCTV എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അതിൽ എന്തെങ്കിലും നമുക്ക് കിട്ടും. അതെ അല്ല, ഇജ്ജ് വെറുതെ ഇങ്ങനെ പെരി കയറിന്നിട്ടും കാര്യമൊന്നുമില്ല. എന്ത് കാര്യമുള്ളത്? നിങ്ങളൊന്നും അവന്റെ കൂടെ ചെയ്യുന്നു അല്ല. പിന്നെ വാപ്പ പറഞ്ഞു വാപ്പ കൊടുക്കും പോകണ്ട, വീട്ടിൽ നിന്നാ മതി എന്ന് പറഞ്ഞു. ഈ ഒരു പ്രശ്നമായോണ്ട് എടാ ചെങ്ങായി ഇതിനൊക്കെ ഇജ്ജ് പേടിച്ച് നിൽക്കുകയാണ്. ഇജ്ജ് ഒരു ആൺകുട്ടിയുടെ ചെങ്ങായിയെ. അങ്ങനല്ല, അത് ഇന്നലെ എന്റെ വണ്ടി മാറ്റി നാളെ വലിയ തലക്കടിച്ചില്ല. അതൊക്കെ എനിക്ക് തോന്നുകയാണ്. എന്താ വേറെ ആൾക്കാരെന്താ ഞാൻ എന്റെ ഒരു ഇത് ഞാൻ പറയാലോ, ഞാൻ ഇവന്റെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടാവും തന്നെ ചെയ്യും. ഞാൻ ഇവിടെ വരും എന്ന് പറഞ്ഞാൽ ഞാൻ വരും ചെയ്യും. ഇനി അതിനെതിരെ ഞാൻ CCTV ദൃശ്യം നമ്മൾ എടുത്തതിന് ശേഷം ആരാണെന്നുണ്ടെങ്കിലും സത്യം പറയാലോ, ഇനിയിപ്പോ എന്ത് കേസായിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും ഇല്ല. ഒരാവശ്യമൊന്നുമില്ല. ഞാൻ അന്നെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്ത ഒരാളാണ്. അന്നെ സംരക്ഷിക്കാൻ അന്നെ ഞാൻ സംരക്ഷിക്കും. ഇനി എന്തൊന്നാലും വേണ്ടിയില്ല. വിളിച്ചോ വാപ്പ വിളിച്ചോക്കുന്ന. ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വർത്താനം? സുഖല്ലേ? ഞാന് ഇങ്ങനെ നിങ്ങളെ മോന്റെ അടുത്തുണ്ട്. നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? ഞാനിവര് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ പാടെ കണ്ടപ്പോ ഞമ്മക്ക് ഭയങ്കര ഇടങ്ങാറായി. അപ്പൊ പെരേത് പുറത്തിറങ്ങണില്ല. ഇതൊക്കെ പേടിച്ച് കാണാൻ നിക്കരുത്. നിങ്ങള് ഓരോ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പേടിച്ച് വീട്ടിൽ നിക്കരുത്. അപ്പൊ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്, ഇൻസ്റ്റന്റ് ഒഴിവാക്കുകയാണ് എന്നുള്ള വീഡിയോസ് ഒക്കെയാണ് നമ്മള് കണ്ടത്. അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ല അതായി അല്ലേ ഞാൻ പറയണെന്താ വെച്ചാലേ, ഓന് ഇവിടെ നിൽക്കാൻ ഓന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൻ എന്റെ കൂടെ വന്നോട്ടെ. അതിന് വാപ്പ സമ്മതിക്കൂല എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഓൻ പറയണുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിച്ചണ്ട. എന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചങ്ക് പറിച്ചോനെ ഞാൻ സംരക്ഷിക്കും. കേട്ടോ? ആയിക്കോട്ടെ. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഒരു പേടികൾ പേടിച്ചണ്ട കേട്ടോ. നിങ്ങളൊരു പ്രവാസിയാണ്. നിങ്ങൾ അതിനെ പറ്റിയൊന്നും ബേജാറാണ്. നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കൂല. ആ വാക്ക് ഞാൻ തരും നിങ്ങൾക്ക്. ഞാൻ ഇവിടെ ഇന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. ഇവന്റെ മേത്ത് ഇവന്റെ രോമത്തമ്മ ഒരാളിന് തൊടാൻ വന്നിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ ചെയ്യും. നമുക്കും വാപ്പാരൊക്കെ ഉള്ള നമ്മളെല്ലാവർക്കും വാപ്പാരെ ഒരു സ്നേഹം എന്താണെന്ന്, വാപ്പാരെ വാല്യൂ എന്താ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങളൊരു പ്രവാസം കൂടി നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ഹാപ്പി ആയിട്ട് നിക്കി കേട്ടോ. ഓക്കെ എന്നാ അസ്സലാമു അലൈക്കും. ഓക്കെ. എന്താന്ന് വെച്ചാല് നമ്മൾ ആ ഒരു നിഷാൻ ബ്രോനെ ആരാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആളെ നാളെ തന്നെ നമ്മൾ കണ്ടോളി. ഓക്കെ, നാളെ തന്നെ പൊക്കിയിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടുപോയി ചെയ്യും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഒരുപാട് ആളുകൾ എന്താ വെച്ചാൽ നമ്മൾ ഫലസ്തീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു സപ്പോർട്ട് ആ ഒരു പയ്യന്റെ ഇതിൽ നമ്മൾ ഈ ഒരു ലൈഫിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ഞാൻ തന്നെ അറ്റാക്ക് ചെയ്തോട്ടെ, നമ്മൾ പ്രശ്നമില്ല. പക്ഷേ നമ്മളെന്തായാലും ആ ഒരു വ്യക്തിയെ നമ്മൾ പിടിച്ചു ചെയ്യും. ഓനെ രണ്ടെണ്ണം